നമുക്കിന്ന് തെങ്ങിന്റെ കഥയാകട്ടെ. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉപകാരങ്ങൾ നൽകുന്ന മരങ്ങളിൽ ഒന്നാണ്. ഏകദേശം 3000-4000 വർഷങ്ങൾക്ക് മുമ്പ് തെങ്ങ് തെക്ക് കിഴക്കൻ ഏഷ്യയിലും പസഫിക് ദ്വീപുകളിലും വളർന്നുവെന്നാണ് കരുതപ്പെടുന്നത്. കടലിലൂടെ ഒഴുകിപ്പോകാൻ കഴിയുന്ന തെങ്ങുകൾ പുതിയ തീരപ്രദേശങ്ങളിലെത്തി മുളച്ചതിനാൽ ലോകത്തിന്റെ പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്കും തെങ്ങ് സ്വാഭാവികമായി വ്യാപിച്ചു. പിന്നീട് വ്യാപാരികളും നാവികരും തെങ്ങിനെ ഇന്ത്യ, ശ്രീലങ്ക, ആഫ്രിക്ക, മധ്യപൂർവ്വ ദേശം എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയി. കേരളത്തിന്റെ കാലാവസ്ഥ തെങ്ങിന് വളരെ അനുയോജ്യമായതിനാൽ ഇവിടെ ഇന്ന് പ്രധാന കൃഷിയായി മാറി. തെങ്ങിന്റെ ഓരോ ഭാഗത്തിനും ഓരോ ഉപയോഗങ്ങളുണ്ട്. തേങ്ങ ഭക്ഷണത്തിനും എണ്ണയ്ക്കും, ഇളനീര് ദാഹശമനത്തിനും ആരോഗ്യത്തിനും, ഓല, കുടിൽ, പായ, അലങ്കാരം എന്നിവ ഉണ്ടാക്കാനായിട്ട്, ചിരട്ടയും തൊലിയും, കയറ്, ചൂല്, കരകൗശല വസ്തുക്കൾ എന്നിവ ഉണ്ടാക്കുന്നു. മരം, നിർമ്മാണം, ഫർണിച്ചറുകളൊക്കെ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നു. കാരണം അതിന്റെ മിക്ക ഭാഗങ്ങളും നമുക്ക് പ്രയോജനമുള്ളതാണ്. ഇന്നിപ്പോ തെങ്ങ് ദേശങ്ങളിലൊക്കെ തെങ്ങിന്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഇനിയുണ്ട്. ശരീരത്തിലെ ജലാംശം നിലനിർത്താനായിട്ട് ഇളനീര് സഹായിക്കുന്നു. പൊട്ടാസ്യം ഉൾപ്പെടെ ധാരാളം ധാതുക്കൾ അടങ്ങിയിരിക്കുന്നു. ചൂടുകാലത്ത് മികച്ച പ്രകൃതിദത്ത പാനീയമാണ്. ആരോഗ്യകരമായ കൊഴുപ്പും നാരുകളും അടങ്ങിയിരിക്കുന്നു തേങ്ങയിൽ. പലതരം വിഭവങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു. വെളിച്ചെണ്ണ പാചകത്തിനും മുടി സംരക്ഷണത്തിനും ഉപയോഗിക്കുന്നു. ചർമ്മത്തിനും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കയറ് തേങ്ങയുടെ തൊലിയിൽ നിന്ന് നിർമ്മിക്കുന്നു. കയറ്, പായ, ബ്രഷ്, മറ്റ് തുടങ്ങിയവ ഉണ്ടാക്കുന്നു. ഓലയും മരങ്ങൾ വീടുകളുടെ മേൽക്കൂര, അലങ്കാര വസ്തുക്കൾ, ഫർണിച്ചർ എന്നിവ നിർമ്മിക്കാനായിട്ട് ഓലകൾ ഉപയോഗിക്കുന്നു. പിന്നെ ചില വസ്തുതകൾ, രസകരമായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങ് സാധാരണയിൽ 60-80 വർഷം വരെ ജീവിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഒരു വർഷത്തിൽ ഒരു നല്ല തെങ്ങ് 50 മുതൽ 180 വരെ തേങ്ങകൾ ഉൽപ്പാദിപ്പിച്ചേക്കാം. തേങ്ങ കടൽവെള്ളത്തിൽ ഒഴുകി ദൂരെയുള്ള തീരദേശങ്ങളിൽ എത്തി മുളയ്ക്കാൻ കഴിയും. കേരളത്തെ തേങ്ങയുടെ നാട് എന്നാണ് വിളിക്കാറുള്ളത്. കേരളം എന്ന പേരിന് തേങ്ങയുമായി ബന്ധമുണ്ടെന്നൊരു പരമ്പരാഗത അഭിപ്രായം പ്രചാരത്തിലുണ്ട്. അതുപോലെ തന്നെ ഒരു മരം 100 ഉപകാരങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ കേട്ടല്ലോ എല്ലാവരും തെങ്ങിന്റെ ഗുണങ്ങള്. തെങ്ങ് ഒരു മരം മാത്രമല്ല, കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും ജീവിത രീതിയുടെയും ഭാഗമാണ്. ഒരു കാലത്ത് മിക്ക വീടുകളിലും കുറഞ്ഞത് ഒരു തെങ്ങെങ്കിലും ഉണ്ടായിരുന്നു. വീട്ടിലെ ആവശ്യങ്ങൾക്കും വരുമാനത്തിനും അത് വലിയ സഹായകമായിരുന്നു. കേരളത്തിലെ പ്രധാന കാർഷിക വിളകളിൽ ഒന്നാണ് തെങ്ങ്. ലക്ഷക്കണക്കിന് കർഷകരുടെ ഉപജീവന മാർഗവുമാണിത്. തേങ്ങ, വെളിച്ചെണ്ണ, കയർ, ചിരട്ട ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ അനേകം വ്യവസായങ്ങൾ തെങ്ങിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. തെങ്ങിനെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളത്. ഒരു നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നട്ട് വളർത്താം. ആവശ്യത്തിന് വെള്ളവും ലഭ്യമാക്കണം, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. ജൈവവളങ്ങളും ചാണകവളവും നൽകുന്നത് വളർച്ചയ്ക്ക് സഹായിക്കും. കീടങ്ങളും രോഗങ്ങളും കണ്ടാൽ സമയബന്ധിതമായി നിയന്ത്രിക്കണം. ഒരു തേങ്ങയ്ക്ക് പൂർണ്ണമായും പാകമാകാൻ ഏകദേശം 12 മാസം വരെ എടുക്കും എന്നാണ് പറയപ്പെടുന്നത്. തെങ്ങിന്റെ വേരുകൾ മണ്ണിൽ ധാരാളം വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യുന്നു. ലോകത്തിലെ 90-ലധികം രാജ്യങ്ങളിൽ തെങ്ങ് കൃഷി ചെയ്യപ്പെടുന്നു. ഇന്ത്യ ലോകത്തിലെ പ്രധാന തേങ്ങ ഉൽപ്പാദന രാജ്യങ്ങളിൽ ഒന്നാണ്. ഒരു ചെറിയ തേങ്ങയിൽ നിന്ന് വളരുന്ന തെങ്ങ് പതിറ്റാണ്ടുകളോളം മനുഷ്യന് തണലും ഭക്ഷണവും തൊഴിലും നൽകുന്നു. അതുകൊണ്ട് തന്നെ തെങ്ങിനെ ജീവന്റെ മരം, കൽപ്പവൃക്ഷം എന്നിങ്ങനെ നമുക്ക് ആദരവോടെ വിളിക്കാം. ഒരു തേങ്ങ നട്ടാൽ അതൊരു മരം മാത്രമല്ല വളരുന്നത്, വരും തലമുറകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സമ്പത്താണ് എന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ്. അപ്പൊ എല്ലാവരും തെങ്ങ് വെച്ച് പിടിപ്പിക്കും. ധാരാളം എന്താ